ഇന്ത്യ തകർക്കുകയുണ്ടായി. ഇതിനിടെയാണ് ഒരു ദുഃഖവാർത്ത. പാക് ഷെൽ വീടിന് മുകളിൽ പതിച്ച കശ്മീർ സർക്കാരിലെ മുതിർന്ന ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട വാർത്ത വരുന്നത്. രജൌരി ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് കമ്മീഷണർ രാജ്കുമാർ ഥാപ്പയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുവിലെത്തി. ജമ്മുവിന്റെ സ്ഥിതി സുരക്ഷിതമാണ്, സൈന്യം കൂടെയുണ്ട് എന്ന് വ്യക്തമാക്കുകയും ചെയ്താണ്. ഇന്നലെ മുഖ്യമന്ത്രിയെ അനുഗമിച്ച ഉദ്യോഗസ്ഥനായിരുന്നു രാജ്കുമാർ ഥാപ്പ. ഇതൊക്കെ അക്കമിട്ടുള്ള ആക്രമണമാണോ നടന്നിരിക്കുന്നത്? അത്തരത്തിലുള്ള ആക്രമണങ്ങൾ കൂടി ഇതിനകത്തുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇനി പുറത്തു വരാനിരിക്കുന്ന കാര്യം. ഏതായാലും പലതരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു. അതിർത്തിയിൽ ഷെല്ലാക്രമണത്തിൽ ജമ്മുവിലെ റഹാരിയിലും വീടുകൾക്ക് നാശനഷ്ടമുണ്ടായി. അതൊക്കെ ജനവാസ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണ് പാകിസ്ഥാൻ നടത്തുകയും ചെയ്തത്. കശ്മീരിൽ ചെനാബ് നദിയിലെ സലാൽ ഡാമിന്റെ കൂടുതൽ ഷട്ടറുകൾ ഇന്ത്യ തുറക്കുകയും ചെയ്തിരിക്കുന്നു. നേരത്തെ അങ്ങനെ സംഭവിച്ചപ്പോൾ ഒരു വലിയൊരു പ്രളയ സാധ്യതയിലേക്കൊക്കെ പോയിരുന്നു. എല്ലാ തരത്തിലുള്ള മറുപടിയും അർഹിക്കുന്നു പാകിസ്ഥാൻ. ആ നീക്കം കൂടി ഇന്ത്യ നടത്തുന്നു ഒരേ സമയത്ത് എന്നതുകൂടി എടുത്തു പറയണം. ജമ്മു സിവിൽ വിമാനത്താവളവും സാങ്കേതിക വിമാനത്താവളവും ഒക്കെ സുരക്ഷിതമാണ് എന്നുള്ള വിവരങ്ങളൊക്കെ വരുമ്പോഴും കൂടുതൽ വിമാനത്താവളങ്ങൾ അടച്ചിടുന്ന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ശ്രീനഗർ അടക്കമുള്ള വിമാനത്താവളങ്ങൾ മെയ് 15 വരെ അടച്ചിടാനുള്ള ഒരു നീക്കത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇതിനിടയിൽ ലോകരാഷ്ട്രങ്ങളുടെ ഇടപെടലുകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൂടി ഇനി ഉറ്റുനോക്കണം. ഈ 10 മണിക്ക് വാർത്താസമ്മേളനം വരുമ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി സുസജ്ജമാകുന്നു. ഏതെങ്കിലും തരത്തിലുള്ള വാർത്താ സമ്മേളനത്തിൽ അത്തരം കാര്യങ്ങൾ രാജേഷ് നമുക്കൊപ്പം ചെയ്യുന്നു. രാജേഷ്, ഇനി ഉറ്റുനോക്കാനുള്ളത് ഇപ്പോൾ അതിർത്തിയിൽ ആക്രമണം തുടരുന്നു, നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വരെ മരിക്കുന്നു. പാകിസ്ഥാൻ ഇതൊന്നും അവസാനിപ്പിക്കുകയില്ല. പാകിസ്ഥാൻ ഇതെല്ലാം ശക്തമാക്കുകയാണ് ചെയ്യുക. എത്ര മറുപടി കൊടുത്താലും അല്ലെങ്കിൽ എത്ര പ്രതിരോധം നടത്തിയാലും പ്രത്യാക്രമണം ഉണ്ടായാലും പാകിസ്ഥാൻ നന്നാവുകയില്ല എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. ഇനി ഈ സിവിലിയൻ നഷ്ടങ്ങൾ സഹിച്ചുകൊണ്ട് ഇന്ത്യക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഈ 10 മണിയുടെ വാർത്താ സമ്മേളനം ഉറ്റുനോക്കേണ്ടത് അത്തരം ഒരു പ്രഖ്യാപനത്തിലേക്കായിരിക്കും. അപർണ, സാഹചര്യം കൂടുതൽ സങ്കീർണമാവുകയാണ്. കാരണം ഇന്നലെ ഈ സമയത്ത് ഇതുപോലെയല്ല ഇന്നത്തെ സാഹചര്യം എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം രാത്രി നേരങ്ങളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഡ്രോണുകളും ഒപ്പം തന്നെ മിസൈലുകളും ഒക്കെ തന്നെ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചത്. അതിന് ഇന്ത്യ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. പക്ഷേ ഇന്ന് അതല്ല സാഹചര്യം. ഈ നേരവും പലയിടത്തും സംഘർഷ സമാനമാണ്. ഏറ്റുമുട്ടൽ തുടരുന്നു. പ്രത്യേകിച്ച് ജമ്മു കശ്മീരിലും ശ്രീനഗറിലും ജമ്മുവിലും ഒപ്പം തന്നെ പഞ്ചാബിന്റെ ഒരു ഭാഗത്തുമാണ് വലിയ തോതിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ നടക്കുന്നത്. പ്രത്യേകിച്ച് ഇതിന് കൂടാതെ അതിർത്തിയിൽ വലിയ തോതിൽ ഷെല്ലാക്രമണവും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. സാധാരണഗതിയിൽ ഷെല്ലാക്രമണം ഇരുട്ടിയ നേരത്താണ് പാകിസ്ഥാൻ നടത്താറുള്ളത്. പുലർച്ചെ അത് അവസാനിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നലെ വൈകിട്ട് 6 മണിക്ക് തന്നെ, അതായത് ഇരുട്ടുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ പോസ്റ്റുകൾക്ക് നേരെ, ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെയൊക്കെ തന്നെ പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി. ഇന്നും സമാനമായ രീതിയിൽ രാവിലെയും ഷെല്ലാക്രമണം തുടരുകയാണ്. കനത്ത ഷെല്ലാക്രമണത്തിലാണ് ഇപ്പോൾ രജൌരിയിൽ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ജമ്മു കശ്മീർ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. കാരണം ഇദ്ദേഹം ഇന്നലെ രാജ്കുമാർ ഥാപ്പ എന്നാണ് പേര്. ഇദ്ദേഹം ഇന്നലെ ഒമർ അബ്ദുള്ള ഈ മേഖലകളിലൊക്കെ തന്നെ സന്ദർശിച്ചിരുന്നു. ജമ്മു കശ്മീർ മെഡിക്കൽ കോളേജിലെത്തി ദുരന്തബാധിതരെ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം നടന്ന യോഗം നടന്നു. ഈ യോഗത്തിലൊക്കെ ഒപ്പം ഒമർ അബ്ദുള്ളയ്ക്കൊപ്പം ഈ ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. അക്കാര്യം ഒമർ അബ്ദുള്ള ഇപ്പോൾ ട്വീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ കനത്ത ആക്രമണം രജൌരി മേഖലയടക്കം പാകിസ്ഥാന്റെ ഭാഗത്ത് നടക്കുന്നു. വീടുകൾക്ക് വലിയ തോതിൽ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ
ജമ്മുവിലും ശ്രീനഗറിലും ഒക്കെ തന്നെ പലയിടത്തും സ്ഫോടനം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം മിസൈലും ഡ്രോണും ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്താനുള്ള ശ്രമം, പ്രത്യേകിച്ച് സൈനിക താവളങ്ങളടക്കം ലക്ഷ്യം വെക്കുന്ന നീക്കത്തിലേക്ക് പാകിസ്ഥാൻ കടക്കുകയും ചെയ്യുന്നു. കാരണം ഉദ്ധംപൂർ അടക്കം അവിടെ നോർത്തേൺ കമാൻഡിന്റെ ആസ്ഥാനം അവിടെയാണ്, വ്യോമസേനയ്ക്ക് താവളമുണ്ട്. അപ്പോൾ ഉദ്ധംപൂരിലടക്കം ലക്ഷ്യം വെച്ചുകൊണ്ട് പാക് മിസൈലുകളൊക്കെ തന്നെ വരുന്നു, ഡ്രോണുകൾ വരുന്നു. ഏതായാലും ആപ് ശംഭു ക്ഷേത്രം, അത് ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് ജമ്മുവിലെ. അവിടേക്ക് ഇത്തരത്തിൽ മിസൈലുകൾ അയക്കാനുള്ള നീക്കമുണ്ടായിട്ടുണ്ട്. അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഈ ക്ഷേത്രത്തിന്റെ സമീപത്ത് നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സൈനിക താവളങ്ങൾ, പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ആരാധനാലയങ്ങൾ, ഒപ്പം തന്നെ ജനവാസ കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ ലക്ഷ്യം വെച്ച് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആക്രമണം തുടരുകയാണ്. 2 പോർ വിമാനങ്ങൾ ഇപ്പോൾ വെടിവെച്ചിട്ടു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അതൊന്ന് ജമ്മുവിലും മറ്റൊന്ന് വടക്കൻ കശ്മീരിലുമാണ്. അത്തരം നീക്കത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത്. ഏതായാലും ശക്തമായ മറുപടി പോലും ഈ ഘട്ടത്തിൽ ഇന്ത്യ നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, പല വ്യോമസേനാ താവളങ്ങളും പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിരുന്നു. പ്രത്യേകിച്ച് പട്ടാൻകോട്ട്, അത് പഞ്ചാബിലാണ്. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ ഉദ്ധംപൂർ അടക്കമുള്ള മേഖലകളിലും ഇത്തരത്തിൽ സൈനിക താവളങ്ങൾ, വ്യോമ താവളങ്ങളൊക്കെ തന്നെ പാകിസ്ഥാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. അതെല്ലാം തകർത്തു എന്ന് ഇപ്പോൾ സർക്കാർ ഔദ്യോഗികമായി തന്നെ സൈന്യം ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്നലെ രാത്രിയാണ് ഇത്തരത്തിൽ വലിയ ആക്രമണത്തിലേക്ക് പാകിസ്ഥാൻ കടന്നത്. പ്രത്യേകിച്ച് ഇന്നലെ ഒരു പകൽ നോക്കുകയാണെങ്കിൽ ശാന്തമായി കടന്നു പോവുകയായിരുന്നു. അതിനുശേഷം രാത്രി ഏതാണ്ട് 8 മണിക്ക് ശേഷമാണ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് വീണ്ടും പ്രകോപനം തുടങ്ങിയത്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ എങ്ങനെ കണ്ടുവോ അതിന് സമാനമായ രീതിയിൽ തന്നെ പാകിസ്ഥാൻ ഇത്തരത്തിൽ ആക്രമണം നടത്തുകയായിരുന്നു. ഏതാണ്ട് 26 കേന്ദ്രങ്ങൾ, കച്ച് മുതൽ ബാരാമുള്ള വരെ, ബാരാമുള്ള എന്ന് പറയുമ്പോൾ വടക്കൻ കശ്മീരിൽ വരും, അങ്ങനെ 26 കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായി. അതെല്ലാം തന്നെ ഇന്ത്യ തകർക്കുകയായിരുന്നു. ഫിറോസ്പൂരിൽ, പഞ്ചാബിലെ ഫിറോസ്പൂരിൽ മാത്രമാണ് ഡ്രോൺ ആക്രമണം ജനവാസ മേഖലയിൽ പതിച്ചത്. 3 പേർക്ക് അവിടെ പരിക്കേറ്റു. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തിരിച്ച് ഇന്ത്യയുടെ പ്രത്യാക്രമണം, വലിയ ശക്തമായ പ്രത്യാക്രമണമാണ് ഇത്തവണ ഇന്ത്യ നടത്തിയത്. പ്രത്യേകിച്ച് പാകിസ്ഥാന്റെ 3 പ്രധാനപ്പെട്ട വ്യോമസേന താവളങ്ങൾ, അതൊന്ന് നൂർഖാൻ എയർബേസ്, അത് റാവൽപിണ്ടിയിലാണ്. റാവൽപിണ്ടിയാണ് പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനം. അതിനോട് ചേർന്ന് കിടക്കുന്ന എയർബേസ് ആണ് നൂർഖാൻ എയർബേസ്. അത് ഇന്ത്യ അവിടെ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഒപ്പം ഷോർക്കോട്ട്, അതും റഫീഖി എയർബേസ് ആണ് അവിടെ സ്ഥിതി ചെയ്യുന്നത്. ഇത് കൂടാതെ ചക്വാളിൽ സ്ഥിതി ചെയ്യുന്ന മുറിദ് എയർബേസും അവിടെയും ആക്രമണം നടത്തി. ഈ 3 വ്യോമസേന താവളങ്ങളുടെയും പ്രത്യേകത, അത് പഞ്ചാബ് പ്രവിശ്യയിലാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള സൈനിക നീക്കങ്ങൾ നടത്തുമ്പോൾ, വ്യോമസേന നീക്കം നടത്തുമ്പോൾ ഇന്ത്യയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന 3 വ്യോമസേന താവളങ്ങളാണ്. ആ 3 വ്യോമസേന താവളങ്ങളാണ് ഇന്ത്യ ഏതായാലും ലക്ഷ്യം വെച്ചത്. പാകിസ്ഥാൻ തന്നെ അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ത്യ ഇത്തരത്തിൽ വ്യോമസേന താവളങ്ങളെ ലക്ഷ്യം വെച്ചു എന്നാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പാകിസ്ഥാൻ പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് വ്യത്യസ്തമായി പാകിസ്ഥാൻ ഇപ്പോൾ ഓപ്പറേഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആ ഓപ്പറേഷൻ അവർ ബുനിയാൻ ഉൽ മറൂസ് എന്ന പേര് ഇടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു അതിർത്തിയിലെ സാഹചര്യം, ഇരു രാജ്യങ്ങളും യുദ്ധത്തിലേക്ക് കടന്നിട്ടില്ല, യുദ്ധം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ യുദ്ധ സാഹചര്യം നിലനിൽക്കുന്നു, അതിസങ്കീർണമായ സാഹചര്യം അതിർത്തിയിൽ നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് ജമ്മു കശ്മീരിലും പഞ്ചാബിന്റെ പട്ടാൻകോട്ട് അടക്കമുള്ള പ്രദേശങ്ങളിലും സംഘർഷ സമാനമായ സാഹചര്യം, അല്ലെങ്കിൽ വലിയ തോതിലുള്ള ആക്രമണം ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപർണ.